മുരുക. ഇന്ന് നമ്മുടെ പ്രഭാഷണം തുടങ്ങിയിട്ട് 75-ാമത്തെ ദിവസമാണ്. 75 പ്രഭാഷണങ്ങൾ, 75-ാമത്തെ പ്രഭാഷണം ഇന്ന് നടക്കുകയാണ്. 50-ാമത്തെ മന്ത്രത്തിലേക്ക് നമ്മൾ വന്ന് എത്തി നിൽക്കുകയാണ്. ഇത്രയും കഴിഞ്ഞിട്ടും ആരെങ്കിലും ഒരാൾ ആത്മസാക്ഷാത്കാരം നേടിയതായിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. യെസ്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതേത് നിമിഷത്തിലും സംഭവിക്കാം, ഏതു നിമിഷത്തിലും സംഭവിക്കാം. ഒരു രാജാവിൻ്റെ സദസ്സിൽ ഒരു ദിവസം രാജാവ് സദസ്സിലെ പണ്ഡിതന്മാരെ നോക്കി പറഞ്ഞു, ഈ ബ്രഹ്മമെന്ന് പറയുന്നത് കടലിൽ ഉപ്പ് കലർന്നിരിക്കുന്നത് പോലെ ബ്രഹ്മം സർവത്ര വ്യാപിച്ചിരിക്കുന്നു, സർവവ്യാപിയായിരിക്കുന്നു എന്നല്ലേ ശാസ്ത്രങ്ങൾ പറയുന്നത്, ഉപനിഷത്തുകൾ പറയുന്നത്. രാജാവ് സദസ്സിലിരുന്ന പണ്ഡിതന്മാരോട് പറഞ്ഞു, അങ്ങനെ സർവ്വതിലും വ്യാപിച്ചിരിക്കുന്ന ആ ബ്രഹ്മത്തെ ഏതിൽ നിന്നെങ്കിലും എനിക്ക് ഒന്ന് എടുത്ത് കാണിച്ചു തരൂ, ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരൂ എന്ന് സദസ്സിലിരിക്കുന്ന പണ്ഡിതന്മാരോട് ചോദിച്ചു. നിറച്ച് പണ്ഡിതന്മാരാണ്, ധാരാളം. പക്ഷേ പണ്ഡിതന്മാർക്ക് പാണ്ഡിത്യമാകുന്ന ചുമടും ചുമന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ ജ്ഞാനം ഇല്ല. ഏതുറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും ഗീതയിലെ ശ്ലോകങ്ങൾ പറയും, ഉപനിഷത്തിലെ ശ്ലോകങ്ങൾ പറയും. പക്ഷേ ബ്രഹ്മതത്വം ന ജാനാതി ദർവി പാകരസം യഥാ. ആ ബ്രഹ്മതത്വത്തെ തിരിച്ചറിയുന്നില്ലെങ്കിൽ പായസത്തിൽ കിടക്കുന്ന തവിക്ക് തുല്യം. തവിക്ക് ആ പായസത്തിൻ്റെ രുചിയെക്കുറിച്ച് ഒന്നും അറിയില്ല. അതുപോലെ ബ്രഹ്മ പണ്ഡിതന്മാർക്ക്, ആ രാജസദസ്സിലെ പണ്ഡിതന്മാർക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള കെൽപ്പ് ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ രാജാവ് ചോദിച്ചിട്ട് ആരും ഒന്നും മറുപടി പറയുന്നില്ല. വൈകുന്നേരം വരെ ആയിട്ടും അതിൻ്റെ ഉത്തരം ആരും പറഞ്ഞില്ല. രാജാവ് ആവശ്യപ്പെട്ടത്, ആ ബ്രഹ്മത്തെ നിങ്ങൾ ഈ ചുമരിൽ നിന്ന് കാണിച്ചു തരൂ, ആ ചിത്രത്തിൽ നിന്ന് കാണിച്ചു തരൂ, ആ മരത്തിൽ നിന്ന് കാണിച്ചു തരൂ, ഈ മേശയിൽ നിന്ന് കാണിച്ചു തരൂ, എന്നിൽ നിന്ന് കാണിച്ചു തരൂ, നിന്നിൽ നിന്ന് കാണിച്ചു തരൂ എന്നൊക്കെയാണ് രാജാവ് ചോദിക്കുന്നത്. പണ്ഡിതന്മാരെല്ലാം കണ്ണു തള്ളിയിരിക്കുകയാണ്. എന്തു പറയാൻ, എങ്ങനെ കാണിച്ചു കൊടുക്കാൻ? രാജാവ് അവസാനം പറഞ്ഞു, നാളെ വരുമ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് വരണം, ഇല്ലെങ്കിൽ ആരും ഇവിടെ കണ്ടുപോകരുത്, ഒരാളും ഇവിടെ വരരുത്. പിറ്റേ ദിവസം നേരം വെളുത്തു, സഭ തുടങ്ങാൻ സമയമായി. ഒരാളും എത്തിയിട്ടില്ല. രാജാവ് നോക്കി, ഒരു പണ്ഡിതനും എത്തിയിട്ടില്ല. നോക്കിയപ്പോൾ കാവൽക്കാരൻ മാത്രം നിൽക്കുന്നു. കാവൽക്കാരൻ രാജാവിനെ സമീപിച്ചിട്ട് പറഞ്ഞു, മഹാരാജൻ, ആരും എത്തിയിട്ടില്ല, ആരുടെയും കയ്യിൽ ഉത്തരമില്ല. അവരുടെ കയ്യിൽ ഉത്തരമുണ്ടായിരുന്നെങ്കിൽ അവർ ഇന്നലെ തന്നെ പറയുമായിരുന്നു. ഇന്നലെ ഉത്തരമില്ലാത്തവർക്ക് ഇന്ന് എവിടുന്ന് കിട്ടാനാണ്? അതുകൊണ്ട് ആർക്കും ഉത്തരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട്
അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഉത്തരം പറഞ്ഞു തരാം എന്ന് ആ കാവൽക്കാരൻ രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവ് രൂക്ഷമായിട്ടൊന്ന് നോക്കി. നീ എന്താടാ തലേ കയറി നിരക്കുന്നോ? നീ വെറും കാവൽക്കാരൻ, നീ പറയുമോ? അങ്ങയ്ക്ക് ഉത്തരം വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അങ്ങയുടെ പണ്ഡിതന്മാരെ കൊണ്ട് ഉത്തരം പറയാൻ കഴിയില്ല. കാരണം അവരെല്ലാം അങ്ങയുടെ കാൽക്കൽ കഴിയുന്നവരാണ്. അവർക്ക് എവിടുന്നാ ഉത്തരം പറയാൻ കഴിയുന്നത്? അവർ ഗുരുക്കന്മാരല്ല, അങ്ങയുടെ കാലിൽ പാദസേവ ചെയ്ത് കഴിയുന്നവരാണ്. അവരുടെ കയ്യിൽ ഉത്തരമില്ല. അങ്ങേക്ക് ഉത്തരം വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്ന് വീണ്ടും പറഞ്ഞപ്പോൾ രാജാവ് ഒന്ന് നടുങ്ങി. രാജാവ് ആ കാവൽക്കാരനെ നോക്കി. സംശയിക്കേണ്ട രാജൻ എന്ന് പറഞ്ഞപ്പോൾ എന്നാ പറയൂ എന്ന് കാവൽക്കാരനോട് പറഞ്ഞപ്പോൾ കാവൽക്കാരൻ രാജാവിനെ നോക്കി. രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. താഴോട്ടിറങ്ങി വരണം. സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ പറഞ്ഞു. നീ എന്താ പറയുന്നത്? ഉത്തരം വേണമെങ്കിൽ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങണം. ഞാൻ സിംഹാസനത്തിലിരിക്കും. നിങ്ങൾക്ക് ഉത്തരം വേണമെങ്കിൽ അതല്ലാതെ വേറെ മാർഗമില്ല. അയാളുടെ ശബ്ദം കേട്ടപ്പോൾ രാജാവ് നടുങ്ങിപ്പോയി. രാജാവ് മെല്ലെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് താഴെ ഇറങ്ങി. കാവൽക്കാരൻ സിംഹാസനത്തിൽ കയറിയിരുന്നു. കയറിയിരുന്ന ഉടനെ തന്നെ ആ കാവൽക്കാരൻ്റെ അടുത്ത് രാജാവ് എത്തി. പാദത്തിൽ നമസ്കരിക്കാനായിട്ട് പറഞ്ഞു. രാജാവിനോട് കാവൽക്കാരൻ പറഞ്ഞു. രാജാവ് ഇതുവരെ വണങ്ങി ശീലിച്ചിട്ടില്ല. ആരുടെയും പാദത്തിൽ നമസ്കരിച്ച് ശീലമില്ല. തല കുനിച്ചിട്ടില്ല. തല നിവർന്ന് മാത്രമേ നിർത്തിയിട്ടുള്ളൂ. അങ്ങനെയുള്ള രാജാവിന് തലയൊന്ന് കുനിക്കാൻ വലിയ ബദ്ധപ്പാടാണ്. പാരാലിസിസ് പിടിച്ച പോലെയാണ് നിവർന്നിരിക്കുന്നത്. കുനിയില്ല. കുനിഞ്ഞ് പാദ നമസ്കാരം ചെയ്യാൻ പറഞ്ഞു. വളരെ വിഷമിച്ച് രാജാവ് ആ കാവൽക്കാരൻ്റെ പാദത്തിൽ കുനിഞ്ഞ് സാഷ്ടാംഗം നമസ്കരിച്ചു. ആ കുനിഞ്ഞ് സാഷ്ടാംഗം നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ രാജാവിന് മറ്റ് എങ്ങു നിന്നും കിട്ടാത്ത ഒരു സുഖം കിട്ടുന്നത് പോലെ തോന്നി. ഇന്നുവരെ ആരുടെയും മുമ്പിൽ തല വണങ്ങിയിട്ടില്ല, തല കുനിച്ചിട്ടില്ല. അങ്ങനെ തല കുനിച്ച് ആ പാദത്തിൽ കാവൽക്കാരൻ്റെ പാദത്തിൽ നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ രാജാവ് മുമ്പെങ്ങും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സുഖം അനുഭവിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാവൽക്കാരൻ രാജാവിൻ്റെ ശിരസിൽ കൈവച്ചിട്ട് പറഞ്ഞു, എഴുന്നേൽക്കൂ. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്തിനാ ധൃതി കാണിക്കുന്നത്? ഈ സുഖം ഞാൻ കുറച്ചുകൂടി അനുഭവിക്കട്ടെ. തല താഴ്ത്തി വണങ്ങിയിരിക്കുമ്പോൾ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഈ സുഖം ഞാൻ അല്പം കൂടി അനുഭവിക്കട്ടെ, ധൃതി വയ്ക്കാതിരിക്കൂ എന്ന് രാജാവ് പറഞ്ഞു. 1/2 മണിക്കൂർ കഴിഞ്ഞു. രാജാവ് എഴുന്നേൽക്കുന്നില്ല. 1 മണിക്കൂർ കഴിഞ്ഞു. രാജാവ് എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ കാവൽക്കാരൻ വീണ്ടും രാജാവിൻ്റെ ശിരസിൽ കൈവച്ചിട്ട് പറഞ്ഞു, അങ്ങേക്ക് ഉത്തരം വേണ്ടേ? എഴുന്നേൽക്കൂ. എനിക്ക് ഉത്തരം വേണ്ട. ആ ഉത്തരം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഞാൻ ഇതുവരെയും തല വണങ്ങിയിരുന്നില്ല. അഹങ്കാരത്തോടു കൂടിയിരിക്കുന്ന എൻ്റെ മനസ്സിനകത്ത് ആ ഉത്തരം എങ്ങനെ കിട്ടാനാണ്? ഇപ്പോൾ ഞാൻ തല വണങ്ങിയ നിലയിലിരിക്കുന്നത് കൊണ്ട് ആ ഉത്തരം എനിക്ക് സ്വയം കിട്ടിയിരിക്കുന്നു. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മം എന്നിലും നിന്നിലും സർവ്വതിലും, സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ച ആത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശിനഃ എന്നുള്ള ഭാവം ആ രാജാവിൽ പ്രകാശിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ആ ബ്രഹ്മം എന്നിലും കാവൽക്കാരനിലും സർവചരാചരങ്ങളിലും വ്യാപകമായിട്ടിരിക്കുന്നു. കടലിൽ ഉപ്പ് കലർന്നിരിക്കുന്നത് പോലെ ആ ബ്രഹ്മം സർവചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി.
അപ്പോൾ അഹങ്കാരത്തോടു കൂടി ആരൊക്കെയാണോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് ഇതിനെ കണ്ടെത്താൻ കഴിയുകയില്ല. ആരാണോ അഹങ്കാരം കൂടാതെ വിനീത മനസ്കരായിട്ട് ജീവിക്കുന്നത്, സർവവ്യാപിയായിട്ട് ആ ബ്രഹ്മത്തെ കാണുന്നത്, സർവചരാചരങ്ങളിലും സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം വിനശ്യൽസു അവിനശ്യന്തം യഃ പശ്യതി സ പശ്യതി. നശ്വരമായ ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ ബ്രഹ്മത്തെ ആർക്കാണോ തന്നിൽ കാണാൻ സാധിക്കുന്നത് അവന് മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടൂ. വേറെ ഒരു തരത്തിലും കിട്ടുകയില്ല. ഹിമാലയത്തിൽ പോയാൽ കിട്ടുകയില്ല, കുംഭമേളയിൽ പങ്കെടുത്താൽ കിട്ടുകയില്ല, കൈലാസത്തിൽ പോയാൽ കിട്ടുകയില്ല, ഒരിടത്തൊന്നും കിട്ടുകയില്ല. ഏതൊരാളിനാണോ ആ ശരിയായ ഉപദേശം ഒരു ഗുരുവിൽ നിന്ന് കിട്ടുന്നത്, നിങ്ങളെത്രയോ ഭാഗ്യവാന്മാർ. ഈ അറിവ് ഈ തത്വമസിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നു. അതൊരു മഹാഭാഗ്യമാണ്. ശ്രവണായപി ബഹുബിർ യോ ന ലഭ്യ, കേൾക്കാൻ പോലും കിട്ടുകയില്ല. ഈ 75ാമത്തെ പ്രഭാഷണം നടക്കുന്ന ഈ അവസരത്തിൽ ഈ 75 പ്രഭാഷണങ്ങളിലൂടെയും നിങ്ങൾ കേട്ടിട്ടുള്ളത് ഈ ഒരൊറ്റ കാര്യം മാത്രം, വേറെ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ആ വസ്തു നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരുന്നിട്ടും നിങ്ങളറിയാതിരിക്കുന്നു. അത് ഏതു നിമിഷവും നിങ്ങൾക്കറിയാൻ സാധിക്കും. കണ്ണൊന്ന് തുറന്നാൽ മാത്രം മതി, ഉള്ളിലോട്ട് നോക്കൂ. ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതല്ലേ ഛാന്തോഗ്യോപനിഷത്തിലൂടെ സാമവേദം പ്രഖ്യാപിച്ചിരിക്കുന്നത്. തത്വമസി, നീ അതാകുന്നു. ഏതൊന്നുള്ളത് കൊണ്ടാണോ ഈ ശരീരം പ്രവർത്തനക്ഷമമായിരിക്കുന്നത്, എന്നിലെ കണ്ണുകൾ കാണുന്നത്, എന്നിലെ കാതുകൾ കേൾക്കുന്നത്, എന്നിലെ മൂക്കിന് ഘ്രാണശക്തി ഉണ്ടാകുന്നത്, എന്നിലെ മുഖത്തിന് സൗന്ദര്യമുണ്ടായിരിക്കുന്നത്, എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്, ഇതെല്ലാം അതിൻ്റെ സാന്നിധ്യത്തിലാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ പ്രകാശിക്കുന്നത് അതിൻ്റെ പ്രകാശത്തിലാണ്. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. ഈ കാണപ്പെടുന്നതെല്ലാം അതിൻ്റെ പ്രകാശത്താലാണ് പ്രകാശിക്കുന്നത്. അതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നത് എന്ന അറിവിലേക്ക് എന്നാണോ നിങ്ങൾ ഉണർന്ന് അതിനെ കാണാതെ കാണുന്നത്, അന്ന് മാത്രമേ നിങ്ങൾക്ക് ആ സാക്ഷാത്കാരത്തിലേക്ക് ഉണരാൻ സാധിക്കുകയുള്ളൂ. ഒറ്റ നിമിഷം മാത്രം മതി. ഞാൻ ഈ കുട്ടപ്പനല്ല, ഈ ശരീരാഭിമാനിയായ കുട്ടപ്പനല്ല, ജാഗ്രത അവസ്ഥയിലെ വിശ്വനല്ല, സ്വപ്നാവസ്ഥയിലെ തൈജസനല്ല, ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിലെ പ്രാജ്ഞനല്ല, സ്ഥൂല ശരീരാഭിമാനിയായ വിശ്വനല്ല. ഇപ്പോൾ സ്ഥൂല ശരീര അഭിമാനിയായിട്ട് നിങ്ങളിവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. സ്ഥൂല ശരീരാഭിമാനി വിശ്വൻ. ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നം കാണുന്നത് ആരാണ്? സൂക്ഷ്മ ശരീരാഭിമാനി. അപ്പോൾ വേറെ ഒരു ശരീരത്തിൽ, സൂക്ഷ്മ ശരീരത്തിൽ, ഇപ്പോൾ സ്ഥൂല ശരീരത്തിൽ, ഉറങ്ങിക്കിടക്കുമ്പോൾ കാരണ ശരീരത്തിൽ, അവിദ്യയിൽ. ഈ 3 ശരീരങ്ങളും നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ജാഗ്രത അവസ്ഥയിലിരിക്കുന്ന അവസരത്തിൽ മാത്രമാണ് ഇതിലേക്ക് നിങ്ങൾക്ക് ഉണരാൻ സാധിക്കുന്നത്. ഉണരാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പോൾ നിങ്ങൾ അജ്ഞാന നിദ്രയിലാണ്. എന്താ അജ്ഞാന നിദ്ര? ഞാൻ കുട്ടപ്പനാണ്, ഗോപാലകൃഷ്ണനാണ്, ഞാൻ ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണ്, മുസൽമാനാണ്, നായരാണ്, ഈഴവനാണ് എന്നൊക്കെയുള്ള അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ഭാര്യയാണ്, ഭർത്താവാണ്, ഇത്ര മക്കളുടെ അമ്മയാണ് അല്ലെങ്കിൽ അച്ഛനാണ്, ഇത്രയും സ്വത്തിൻ്റെ ഉടമയാണ്.
ഇതെല്ലാം അഭിമാനങ്ങളാണ്. ഇതെല്ലാം വലിച്ചു പറിച്ച് ദൂരെ കളയാൻ ആർക്ക് സാധിക്കും? ധീരന്മാർക്ക് മാത്രമേ സാധിക്കൂ. ദേഹോ ദേവാലയ പ്രോക്തോ ജീവോ ദേവ സദാശിവ ത്യജേദജ്ഞാന നിർമാല്യം സോഹം ഭാവേന പൂജയേത്. രാവിലെ അമ്പലം തുറക്കുന്ന അവസരത്തിൽ വിഗ്രഹത്തിൽ ചാർത്തിയിരിക്കുന്ന മാലിന്യങ്ങളെല്ലാം ദൂരെ കളഞ്ഞിട്ട് പുതിയ മാലിന്യങ്ങൾ അവിടെ ചാർത്തി കൊടുക്കും. അതുപോലെ നമ്മൾ ഈ ശരീരത്തിൽ ചാർത്തിയിരിക്കുന്ന മാലിന്യങ്ങൾ എന്താണ്? മാലിന്യങ്ങൾ അഭിമാനങ്ങൾ, മിഥ്യാഭിമാനങ്ങൾ. ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ വൈശ്യനാണ്, ഞാൻ ശൂദ്രനാണ്, ഈ തരത്തിലുള്ള അഭിമാനങ്ങൾ. ഞാൻ സ്വാമിയാണ്, ഞാൻ ഗുരുവാണ്, ഞാൻ ശിഷ്യനാണ്. അതാണ്ട് ഗുരുക്കന്മാരെല്ലാം രാജാവിൻ്റെ കൊട്ടാരത്തിലിരുന്ന പണ്ഡിതന്മാർ, ഗുരുക്കന്മാർ ഒരെണ്ണത്തിനും വെളിവില്ല, ഒരെണ്ണത്തിനും അറിവില്ല. അവിടെ ഗോളടിച്ചതാരാ? വാതിൽ കാവൽക്കാരൻ. അയാൾക്കറിയാമായിരുന്നു. കാരണം ഈ പറയുന്നതിലൂടെ എല്ലാം അയാൾ ഗ്രഹിച്ചിട്ടുണ്ട്. ആ പണ്ഡിതന്മാരുടെ അവസ്ഥ എന്താണ്? ദർവീപാകര സംയത, പായസത്തിൽ കിടക്കുന്ന തവികളെ പോലെ. ആ തവിക്ക് പായസത്തിൻ്റെ രുചി എന്താണെന്ന് അറിയാൻ കഴിയാത്തതുപോലെ ഈ ഉപനിഷത്തിലെ മന്ത്രങ്ങളും ഭഗവത്ഗീത മുഴുവനും കാണാതെ അറിയാം. എവിടെ വെച്ച് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാം എന്നുള്ള അഭിമാനത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി നടക്കുന്ന ആൾക്കാർക്ക് ആ ബ്രഹ്മം എവിടെ ഇരിക്കുന്നു, അത് തന്നിൽ താനായിട്ടിരിക്കുന്നു എന്ന് പറയാൻ, എന്നിൽ താനായിട്ട്, എന്നിലെ ഞാനല്ല എന്നിലെ താൻ, അതാണ് ഞാനും താനും എന്ന് ലളിതമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നിലെ ഞാൻ, എന്നിലെ താൻ. എന്നിലെ ഞാൻ ലിമിറ്റഡായി ഈ ശരീരത്തിൽ മാത്രം. എന്നിലെ ഞാൻ, എന്നിലെ താൻ അൺലിമിറ്റഡായി, ദാറ്റ് ഈസ് പാസിങ് ത്രൂ ഓൾ, സർവവ്യാപി. സർവവ്യാപിയായ ആ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്നിൽ കൂടെയും കടന്നു പോകുന്നത്. മത്തഃ പരതരം ന അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണായിവ. അനവധി മുത്തുമണികളെ കോർത്തിണക്കിക്കൊണ്ട് ഏതു പ്രകാരമാണോ ഒരു ചരട് കടന്നു പോകുന്നത്, അതുപോലെ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ചൈതന്യമാകുന്ന സൂത്രം, ആ ബ്രഹ്മമാകുന്ന സൂത്രം. അതുകൊണ്ടാണ് ബ്രഹ്മസൂത്രം എന്ന പേര് പറഞ്ഞിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത് വേദവ്യാസൻ്റെ പുസ്തകം. ഉപനിഷത്തുകളിൽ എവിടെയെല്ലാം സംശയങ്ങളുണ്ടോ, സ്ഖലിതങ്ങളുണ്ടോ, വ്യത്യാസങ്ങളുണ്ടോ, അവയെല്ലാം കോർത്തിണക്കി അവയ്ക്കെല്ലാം പരിഹാരങ്ങൾ നൽകിക്കൊണ്ട് ഉള്ള പുസ്തകമാണ് ബ്രഹ്മസൂത്രം. ആ ബ്രഹ്മമാകുന്ന സൂത്രം അതിൽ കൂടി കടന്നു പോകുന്നു. അതുപോലെ ആ ബ്രഹ്മമാകുന്ന സൂത്രമാണ് എൻ്റെയും നിങ്ങളുടെയും പട്ടിയുടെയും പൂച്ചയുടെയും ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റെയും അമേരിക്കക്കാരൻ്റെയും ആഫ്രിക്കക്കാരൻ്റെയും പാകിസ്ഥാൻ്റെയും എല്ലാവൻ്റെയും ഉള്ളിൽ കൂടി. വേറെ ഇതര ഗോളങ്ങളിൽ എവിടെയെങ്കിലും ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടോ? ഉണ്ടായിരിക്കാം. ഇല്ലാന്നെങ്ങനെ പറയാനൊക്കും? നമ്മുടെ സൂര്യൻ, നമ്മൾ കൈകാര്യം ചെയ്യുന്ന സൂര്യനും സൂര്യനെ ചുറ്റിയുള്ള സൗരയൂഥ മണ്ഡലത്തെ ചേർത്താണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൗരയൂഥം അല്ലേ? അതിൽ ഒരു ഗോളമാണ് ഭൂമി. അതുപോലെ ആകാശത്തിൽ അനന്ത കോടി നക്ഷത്രങ്ങളെ നാം കാണുന്നു. ആ ഓരോ നക്ഷത്രവും നമ്മുടെ സൂര്യനേക്കാൾ 1000 മടങ്ങ് വലിപ്പമുള്ളതാണ്. നമ്മുടെ സൂര്യനേക്കാൾ 1000 മടങ്ങ് വലിപ്പമുള്ള സൂര്യന്മാരാണ് നാം ആകാശത്തിൽ നോക്കിയാൽ കാണുന്ന കോടാനുകോടി നക്ഷത്രങ്ങളിൽ ഓരോന്നും. അപ്പോൾ അവയെ ചുറ്റിയും ഇതുപോലെ അനവധി ഗോളങ്ങളും ഉപഗോളങ്ങളും ഉണ്ടായിരിക്കും. അവിടെ
എവിടെയൊക്കെയാണ് മനുഷ്യരുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നാലപ്പാട്ട് നാരായണമേനോൻ പാടിയതുപോലെ അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ട് ഒരിടത്തു നിന്ന് നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു. നമുക്ക് പറയാൻ കഴിയുമോ? വേറെ ഇല്ല. എങ്ങനെ പറയാനൊക്കും? ധാരാളമുണ്ട്, നമുക്കറിയില്ല. കാരണം അനന്തമാണ്. ഇവിടെ ഇപ്പോൾ മനുഷ്യ ശരീരത്തിൽ നമ്മൾ എത്രയോ പ്രാവശ്യം ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ദാ ഇപ്പോൾ വീണ്ടും മനുഷ്യ ശരീരത്തിൽ ജീവിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുന്നു. അപൂർവമായ അവസരം. മഹാഭാഗ്യവാന്മാർ. എന്തുകൊണ്ടാണ് മഹാഭാഗ്യവാന്മാരാകുന്നത്? ഈ ജന്മത്തിൽ വെച്ചു തന്നെ ഇനി ജന്മമുണ്ടാകാത്ത നില നമുക്ക് ആർജിക്കാനുള്ള അവസരമാണ്. ജനിമൃതികളിൽ നിന്നുള്ള മോചനം ഉണ്ടാക്കുന്നതിനുള്ള അവസരമാണ്. മോക്ഷം നേടുന്നതിനുള്ള അവസരമാണ്. മനുഷ്യ ശരീരത്തിൽ വെച്ച് മാത്രമേ അത് സാധ്യമാകൂ. ഇപ്പോൾ ആ മനുഷ്യ ശരീരത്തിൽ ജീവിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുന്നു. ആ അവസരം കിട്ടിയിരിക്കുന്ന അവസരത്തിൽ ഏതൊരാളിനാണോ ഈ അറിവ് കേൾക്കാനുള്ള മഹാഭാഗ്യം കിട്ടുന്നത്, അതും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. നിങ്ങളതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ അറിവ് ഈ കാണുന്ന നിൻ്റെ ശരീരമല്ല നിൻ്റെ യഥാർത്ഥ സ്വരൂപം. നാഹം ദേഹോ ജന്മമൃത്യു കുതോമേ, സർവസാരോപനിഷത്ത് പറയുന്നു. നാഹം ദേഹോ, നാഹം ദേഹോ എന്ന് പറയണമെങ്കിൽ അവൻ എന്തറിയണം? ഈ ശരീരത്തിലിരിക്കുന്ന ശരീരിയെ അവൻ തിരിച്ചറിയണം. ശരീരത്തിനകത്തിരിക്കുന്നത് കൊണ്ട് ശരീരി എന്ന് പറയുന്നു. ദേഹത്തിനകത്തിരിക്കുന്നത് കൊണ്ട് ദേഹി എന്ന് പറയുന്നു. അതിനെ കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ എന്നുള്ള തർക്കബുദ്ധിയോടുകൂടി കഴിയുന്ന ആളുകൾക്ക് ഇതിനെ കാണാൻ കഴിയുകയില്ല. അറിവിലൂടെ നിങ്ങൾ തിരിച്ചറിയണം. വൈദ്യുതിയെ കാണാൻ കഴിയുമോ? കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുമോ ആരെങ്കിലും? ഉപാധികളിലൂടെ ഫാൻ കറങ്ങുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നു വൈദ്യുതിയുണ്ട്. കറണ്ട് പോയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് വന്ന് ബൾബ് കത്തിയാൽ കുട്ടി വരെ വിളിച്ചു പറയും, അമ്മ കറണ്ട് വന്നു. കണ്ടിട്ടാണോ പറയുന്നത്? കാണാതെ ആ ഉപാധിയുടെ ചലനത്തിലൂടെ ഗസ് ചെയ്യുന്നു കറണ്ട് വന്നെന്ന്. അതുപോലെ ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ ചൈതന്യം ഒരാൾ ചത്തുപോകുന്ന അവസരത്തിൽ ആ ശരീരം ശവമായിട്ട് മാറുന്നു. അതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നയാൾ അല്ലേ, ഒരു സാഹിത്യകാരൻ സ്റ്റേജിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ വള്ളത്തോളിൻ്റെ ഒരു കാവ്യശകലം ഓർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ആ ആ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വാ പൊളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം താഴെ വീഴുന്നു. MN വിജയൻ മരിക്കുന്നു. ജീവൻ പിരിഞ്ഞു. എന്തുകൊണ്ടാണ് പിരിഞ്ഞത്? കൃത്യസമയം അലാം അടിച്ചു. കീ കൊടുത്തു വച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും ഉള്ളിൽ കീ കൊടുത്തു വച്ചിരിക്കുകയാണ്. സമയമാകുമ്പോൾ അലാം അടിക്കും. നിങ്ങളെവിടെ ആയിരുന്നാലും ഉരുണ്ട് വീണിരിക്കും. ആരായാലും, അത് പ്രധാനമന്ത്രി ആയാലും ശരി, പ്രസിഡൻ്റ് ആയാലും ശരി, സ്വാമി ആയാലും ശരി, ആസാമി ആയാലും ശരി, കള്ളനായാലും ശരി, കൊള്ളക്കാരനായാലും ശരി, ആണായാലും ശരി, പെണ്ണായാലും ശരി. കണ്ടിട്ടില്ലേ കാക്ക പറന്നു പോകുന്നതിനിടയ്ക്ക് ചടപടാ വൈദ്യുതി കമ്പിയിൽ തട്ടി ഉരുണ്ടത് വീഴുന്നു, തീർന്നു. കണ്ടിട്ടില്ലേ? റോഡിൽ കൂടെ നടന്നു പോകുന്നതിനിടയ്ക്ക് വണ്ടിയുടെ ഇടയിൽ ഒരു പട്ടിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. എത്രയോ പ്രാവശ്യം. എത്ര പേർക്കാണ് നമ്മൾ ദിവസവും പാസ്പോർട്ട് കൊടുത്തു വിടുന്നത്? ഇല്ലേ ഇല്ലേ? കൊതുകിനെ അടി മൂട്ടയെ പിടിച്ച്
കൊതുക്, മൂട്ട, പാറ്റ, ഇവരെല്ലാം നമ്മൾ നിരന്തരമായിട്ട് പാസ്പോർട്ട് കൊടുത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അവരുടെ സമയമായി. ആ സമയത്താണ് നമ്മുടെ അടി വരുന്നത്, തേപ്പ് വരുന്നത്. എല്ലാം കൃത്യസമയത്ത് കൃത്യമായിട്ടും നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമയത്താണ്. അതിന് പാപമൊന്നുമില്ല എന്ന് ചോദിച്ചാൽ എവിടുന്നാ പാപം? അതൊക്കെ കൃത്യമായിട്ട് സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും. അപ്പം മനുഷ്യൻ കൊല്ലുന്നതിലും പാപമില്ലല്ലോ സ്വാമി. മനുഷ്യനെ കൊല്ലുമ്പോഴും പാപമില്ലല്ലോ. ഒരു കൊതുകിനെ കൊല്ലുമ്പോൾ അതിൽ പാപമില്ലെങ്കിൽ ഒരു മനുഷ്യനെ കൊല്ലുമ്പോഴും പാപം ഇല്ലല്ലോ സ്വാമി എന്ന് ചോദിച്ചാൽ, നീ ആധ്യാത്മികതയിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല തന്നെ. ആധ്യാത്മിക ഭാവത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് എങ്കിൽ ഇല്ല തന്നെ. അവൻ്റെ സമയമായപ്പോൾ തന്നെയാണ് കൃത്യമായിട്ടും അത് സംഭവിച്ചിരിക്കുന്നത്. അമ്മയെ മകൻ വെട്ടിക്കൊന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു. പെറ്റ് വളർത്തിയ മകൻ അമ്മയെ വെട്ടിക്കൊല്ലുന്നു. അതിനൊക്കെ കാരണങ്ങളുണ്ട്, ജന്മാന്തര കാരണങ്ങളുണ്ട്. രണ്ടുപേരും ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. അന്വേഷിച്ച് നടന്ന് ഇപ്പോഴാണ് കണ്ടുമുട്ടിയിരിക്കുന്നത്. സ്വന്തം വയറ്റിൽ ജനിച്ച മകനായിട്ട് വന്നിരിക്കുന്നു. നോക്കി നടക്കുകയാണ്. ജന്മാന്തരങ്ങളിലൂടെ ഈ യാത്ര അവിരാമം തുടരുകയാണ്. അതുകൊണ്ട് ആധ്യാത്മിക തലത്തിൽ അതിൽ ആ പാപമുണ്ടോ എന്ന് ചോദിച്ചാൽ പാപം ഇല്ല തന്നെ. കാരണം ഒന്നും തെറ്റായിട്ട് പ്രകൃതിയിൽ സംഭവിക്കുന്നില്ല. എല്ലാം നിർണയിക്കപ്പെട്ടിരിക്കുന്നതിനനുസരിച്ച് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നടന്നു പോകുന്ന അവസരത്തിൽ തേങ്ങ തോളി കൂടെ തട്ടി താഴെ വീണു. നമ്മൾ നടന്നു പോകുന്ന അവസരത്തിൽ ഇവിടെ കൂടെ തട്ടി ഇവിടെ കൂടെ ഉരസി തേങ്ങ താഴെ വീണു. അല്പം മാറിയിരുന്നെങ്കിൽ ഉച്ചം തലയിൽ വീണ് വെടി തീർന്നതിന്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടില്ലേ? റോഡിൽ കൂടെ നടന്നു പോകുന്ന അവസരത്തിൽ വണ്ടി ഇടിക്കാമായിരുന്നു, ഇടിച്ചില്ല. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്? സമയമായില്ല പോലും. സമയമായിട്ടില്ല. കൃത്യമായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നതിന് അനുസരിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ് എല്ലാം നിർണയിക്കപ്പെട്ടിരിക്കുന്നതിനനുസരിച്ചാണ് സംഭവിക്കുന്നത്. ഭാര്യ ഇല്ലാതിരിക്കുന്നത് അല്ലേ? കല്യാണം കഴിയാതിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. സ്വാമിയുടെ കാര്യമല്ല പറയുന്നത്, സ്വാമിയുടെ കാര്യവും അത് തന്നെയാണ്, അതിലുൾപ്പെടുന്നതാണ്. അതെല്ലാം നിർണയിക്കപ്പെട്ടിരിക്കുന്നതിനനുസരിച്ച്. കഴിഞ്ഞ ആഴ്ചയും നമ്മുടെ ഒരു ശിഷ്യൻ വന്ന് പറഞ്ഞു, സ്വാമി വയസ്സ് 48 ഇതുവരെ നടക്കുന്നില്ല. വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞു. വേറെ എന്ത് പറയാനാണ്? വെയിറ്റ് ആൻഡ് സീ. എന്നിട്ട് പറഞ്ഞു, കല്യാണം കഴിക്കാതിരിക്കുന്ന ഒരവസ്ഥ നിനക്ക് കിട്ടുകയാണെങ്കിൽ ഭാഗ്യവാൻ എന്നും അവനെ അനുഗ്രഹിച്ചു വിട്ടു. കല്യാണം കഴിക്കാതിരിക്കുന്ന ഒരവസ്ഥ കിട്ടുകയാണെങ്കിൽ അത് മഹാഭാഗ്യവാന്മാർക്ക് മാത്രമേ കിട്ടൂ. കഴിച്ച ആളുകൾ അനുഭവിക്കുന്നത് മുഴുവൻ അവരാരും പറയില്ല. കാരണം മറ്റവനും അനുഭവിച്ചോട്ടെ എന്നാണ് മനസ്സിനകത്ത്. ആ രഹസ്യം വിട്ടു കൊടുക്കില്ല ഒരാളും. അതൊക്കെ സ്വാമിമാരങ്ങനെയൊക്കെ പറയും. അതൊന്നുമല്ല. എന്താ കാരണം? അനുഭവിക്കട്ടെ, എല്ലാവരും അനുഭവിക്കട്ടെ. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ കിട്ടുകയാണെങ്കിൽ അതൊരു മഹാഭാഗ്യമാണ്. വളരെ ചുരുക്കം പേർക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ
ഇത് പറഞ്ഞു വന്നത് നമ്മൾ 75-ാമത്തെ പ്രഭാഷണത്തിൽ നിൽക്കുമ്പോഴും എത്ര പേർ തന്നിലെ ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ശ്രമം വേണം. സദാസമയവും വിചാരമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിലത് സംഭവിക്കൂ. നിരന്തര വിചാരമുണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ. ആ വിചാരത്തിൻ്റെ തോതനുസരിച്ചാണ് അതിലേക്കുള്ള ഉയർച്ച. ഒരൊറ്റ ചാട്ടത്തിന് ഉയരത്തിലെത്താൻ സാധിക്കും. ചില ആളുകൾക്ക് ജന്മാന്തരങ്ങൾ വേണ്ടി വരും. ഇപ്പോൾ ആ ബീജം നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ വീണ് കഴിഞ്ഞു. ബീജരൂപത്തിൽ ആ അറിവ് നിങ്ങളുടെ ഉള്ളിൽ വീണ് കഴിഞ്ഞിരിക്കുന്നു. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, നാമരൂപരഹിതമായിട്ട് എന്നിലും സർവചരാചരങ്ങളിൽ കൂടിയും വ്യാപിച്ചിരിക്കുന്ന ആ സർവേശ്വര ചൈതന്യമാണ് എന്നിലെ യഥാർത്ഥ ഞാൻ. അതാണ് എന്നിലെ താൻ. ഞാനിനേക്കാളും വലുതായതുകൊണ്ടാണ്, വലിയ സ്ഥാനമുള്ളതുകൊണ്ടാണ് താൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. താൻ, ഞാൻ ലിമിറ്റഡായി ഈ ശരീരത്തിൽ മാത്രം. ഞാൻ എന്നിലെ താനായിട്ട് ആണ് കാണുന്നത് എങ്കിൽ ഞാൻ പിന്നെ ഈ ശരീരത്തിൽ മാത്രമല്ല, എല്ലാ ശരീരങ്ങളിലും ഞാൻ എന്നെ തന്നെയാണ് കാണുന്നത്. ആ പട്ടിയെ കാണുമ്പോൾ ആ പട്ടിയിലും ഞാൻ എന്നെ തന്നെയാണ് കാണുന്നത്. വിദ്യാ വിനയസമ്പന്നെ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനീ ജൈവ സ്വഭാഗേച പണ്ഡിതാഹ സമദർശിനഃ. ആ ജ്ഞാനം നേടിയ ആളിൻ്റെ അവസ്ഥ അതാണ്. പട്ടിയിലും പൂച്ചയിലും ചണ്ടാളനിലും, പട്ടിയെ കൊന്നു തിന്നുന്ന ചണ്ടാളനിലും ബ്രാഹ്മണനിലും എല്ലാത്തിലും തന്നെ തന്നെയാണ് കാണുന്നത്. താൻ തന്നെയാണ് സർവ്വതിലും വ്യാപിച്ചിരിക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപം. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, നാമരൂപരഹിതമായി ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ കൂടസ്ഥ ചൈതന്യം. എന്താ കൂടസ്ഥ ചൈതന്യമെന്ന് പറയുന്നത്? യാതൊരു മാറ്റവുമില്ലാതിരിക്കുന്നത്. കൈലാസ ശിഖരം നിങ്ങൾ നോക്കിയാൽ എപ്പോഴും ഒരേപോലെ തന്നെ നിൽക്കുന്നു, ഒരേപോലെ തന്നെ എപ്പോഴും നിൽക്കുന്നു. കൂടവത് തിഷ്ഠതീതി, യാതൊരു മാറ്റവുമില്ല. അതുപോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യത്തിന് ഒരു മാറ്റവുമില്ല. അത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സർവാന്തര്യാമിയായ സർവേശ്വര ചൈതന്യം. ഞാൻ അതാണ് എന്ന് ബോധിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ജീവഭാവത്തിൽ നിന്ന് ദിവ്യഭാവത്തിലേക്ക് ഉയർന്നു കഴിയുന്നു. നിങ്ങൾ ഈശ്വരനായിട്ട് മാറുകയാണ്. അതെങ്ങനെയാ സ്വാമി? ഞാൻ കുട്ടപ്പനല്ലേ, എങ്ങനെ ഈശ്വരനാകും? അറിവിലൂടെ. അറിവിലൂടെ. നീ ഉപാധിയിൽ രമിച്ചിരിക്കുകയാണെങ്കിൽ, ഉപാധിസ്ഥ ഭാവത്തിലാണ് നീ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നീ ലിമിറ്റഡായി, നീ നിന്നിലെ ഞാൻ. എന്നാൽ എപ്പോഴാണോ നീ ഈ ഉപാധി സഹിതാവസ്ഥയിൽ നിന്ന് ഉപാധിരഹിതാവസ്ഥയിലേക്ക് നീ നിന്നെ ഉദ്ധരിപ്പിക്കുന്നത്, അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്, ഉദ്ധരേതാത്മനാത്മാനം. അതുകൊണ്ടാണ് പറഞ്ഞ കൈലാസത്തിൽ പോയാലൊന്നും കിട്ടുകയില്ല. തീർത്ഥേ ദാനേ ജപേ യജ്ഞേ കാഷ്ടേ പാഷാണകേ സദാ ശിവം പശ്യന്തി മൂഢാത്മാ ശിവേ ദേഹേ പ്രതിഷ്ഠിതേ. ആ ശിവം എവിടെയായിരിക്കുന്നത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്നു ശിവം. പക്ഷേ നമ്മൾ അതന്വേഷിച്ച് ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. ഏതുപോലെ? ഈ നാഭിയിലിരിക്കുന്ന എന്തോന്നത്, കസ്തൂരി അന്വേഷിച്ച് മാൻ ഇങ്ങനെ ഓടി നടക്കുന്നത് പോലെ. കസ്തൂരിമാൻ, കസ്തൂരിയുടെ മണം എവിടുന്നോ അതിങ്ങനെ മണം പിടിച്ച് ഓട്ടമാണ്. അത് തൻ്റെ നാഭിയിൽ നിന്നാണ് ആ മണം ഉണ്ടാകുന്നത് എന്ന് അതിനറിയാൻ കഴിയുന്നില്ല. അതുപോലെ നമ്മളും
നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരനെ അന്വേഷിച്ച് കൈലാസത്തിൽ പോയി മറ്റേ ചാമിയെ കണ്ടാൽ കിട്ടും. ഗംഗോത്രി പോയി മറ്റേ അവധൂതനെ കണ്ടാൽ കിട്ടും. പക്ഷേ ആ സ്വാമിയെ കണ്ടാലും ആ അവധൂതനെ കണ്ടാലും അറിവ് പകരാൻ കഴിയുന്ന ആളാണ് അത് എങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. അതുകൊണ്ട് തമാശയായിട്ടോ കളിയാക്കിയോ അല്ല പറയുന്നത്. നിങ്ങൾ കൈലാസത്തിൽ പോയി ഒരു ഗുരുവിനെ കാണാൻ കഴിഞ്ഞ ഒരു ഗുരു നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, എനിക്ക് എവിടെ നിന്നെല്ലാം കിട്ടിയിരിക്കുന്ന ഗുരുക്കന്മാർ. ഈ സന്യാസ വസ്ത്രം കിട്ടിയേറ്റ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഗംഗോത്രിയിൽ നിന്ന്, ഹിമാലയത്തിൽ നിന്ന്. മന്ത്രം കിട്ടിയത് കന്യാകുമാരിയിൽ നിന്ന്, ഒന്ന് അങ്ങേ അറ്റത്തു നിന്ന്, ഒന്ന് ഇങ്ങേ അറ്റത്തു നിന്ന്. അതങ്ങനെ ദർശനത്തിലൂടെ. എങ്ങനെ ദർശനം കിട്ടുന്നത്? നിരന്തര വിചാരം. നിരന്തര വിചാരത്തിലൂടെ എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അതൊക്കെ ഇങ്ങ് പിടിച്ചെടുക്കാൻ വരുത്താൻ നമുക്ക് സാധിക്കും. യദ്ഭാവോ തദ്ഭവതു. ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ കുറേനെ പോലെ കിടന്നുറങ്ങിയാലൊന്നും പറ്റില്ല. നിരന്തര വിചാരമുണ്ടായിരിക്കണം. എനിക്കതാകണം എന്ന നിരന്തര വിചാരമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കതാകാൻ ഒക്കൂ. അത് പൂർവ്വജന്മ ആർജിത സംസ്കാരം കൂടെ വേണം. പൂർവ്വജന്മത്തിൽ നമ്മൾ നിരന്തര വിചാരത്തിലായിരുന്നു എങ്കിൽ, ഇപ്പോൾ സന്യാസത്തിനൊന്നും ഞാൻ സന്യാസിയാകണമെന്നൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ എന്തിനു വേണ്ടിയാണ് അവിടെ പോയത്, ഹിമാലയത്തിൽ പോയത്? ഒരു ഗുരു തൻ്റെ ഗുഹയ്ക്കകത്തിരുന്ന് 7 ദിവസം സപ്താഹം ചൊല്ലി ശരീരം വെടിയാൻ തീരുമാനിച്ചിരിക്കുന്നു. നോട്ടീസും അടിച്ചിറക്കി. ആ നോട്ടീസ് കാണാനിടയായി. അപ്പോൾ പണ്ടത്തെ പരീക്ഷത്തിൻ്റെ കാലത്ത് നടന്നതുപോലെയുള്ള ശരീരം വെടിയൽ ഇപ്പോഴും നടക്കാൻ പോകുന്നു എങ്കിൽ അതൊന്ന് കാണണ്ടേ, അതിന് സാക്ഷിയാകണ്ടേ എന്ന് പറഞ്ഞാണ് നമ്മൾ പോയത്. അതിന് സാക്ഷിയാകാൻ പോയപ്പോഴാണ് സംഗതി ഇങ്ങനെ സംഭവിച്ചത്. ആ സന്യാസ വസ്ത്രം, ഞാൻ പറഞ്ഞില്ലേ, ഹിമാലയത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ശരീരത്തും മാറി. ആ ദർശനത്തിലൂടെ ശരീരം ഒരു ഭിക്ഷാപാത്രമായിട്ട് മാറുന്നു. ആ ഭിക്ഷാപാത്രത്തിലേക്ക് കാഷായ വസ്ത്രങ്ങൾ വന്നു വീഴുന്നു. അപ്പോൾ എന്നിൽ നിന്നൊരു ശബ്ദമുണ്ടാകുന്നു, സന്യാസത്തിനുള്ള സമയമായി. കൂടെ വരുന്നയാളത് കേട്ടപ്പോൾ പറയുന്നു, സന്യാസം ഇതുവരെ സ്വീകരിച്ചിട്ടില്ലേ, എങ്കിൽ ഇപ്പോൾ സന്യാസം സ്വീകരിക്കണം. ഞാൻ വിലക്കുന്നു, അന്നും ഇപ്പം പറയണ്ട, ഇപ്പം ഉണ്ട് സ്വാമി, ഒന്നും പറയണ്ട, സന്യാസം ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. അത് ആ ശരീരം വെടിയാൻ പോകുന്ന ഗുരുവിൻ്റെ സഹോദരനായിരുന്നു കൂടെ വന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 4 കാഷായ വസ്ത്രങ്ങൾ, തിരുവനന്തപുരത്തു നിന്ന് 4 വെള്ളമുണ്ടുകൾ വാങ്ങിച്ച് ആ വെള്ളമുണ്ടുകളെ കാഷായം ഡൈ ചെയ്ത് 4 എണ്ണം കയ്യിൽ വച്ചിരിക്കുകയാണ്. നാലെണ്ണം എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം ഒരു ബ്രഹ്മചാരിയും കൂടെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു, രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ബ്രഹ്മചാരി. ആ 7-ാം ദിവസം 2 പേർക്കും സന്യാസം ആ ഗുഹയ്ക്കകത്ത് വെച്ച് നടക്കുന്നു. അദ്ദേഹത്തിന് ശരീരം വെടിയാനും കഴിഞ്ഞില്ല. എന്തുകൊണ്ട് വെടിയാൻ കഴിഞ്ഞില്ല? നിർണയിച്ചിരിക്കുന്നു, സമയം നിർണയിച്ചിരിക്കുന്നു, എല്ലാം നിർണയിച്ചിരിക്കുകയാണ്. അലംഘനീയം ആണ് നിയമം, അതിനെ ലംഘിക്കാൻ ആർക്കും കഴിയില്ല. അതിൻ്റെ ഉദാഹരണമാണിത്. അതുപോലെ നമ്മുടെയും ശരീരത്തിൽ നിന്ന് ആ ജീവൻ വെടിയാനുള്ള സമയം കൃത്യമായിട്ടും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് സംഭവിക്കുന്നതിന് മുൻപ് ഏതു നിമിഷവും സംഭവിക്കാം. ഈ നിമിഷം വേണമെങ്കിലും സംഭവിക്കാം. ഈ നിമിഷമാണ് സംഭവിക്കേണ്ടതായിട്ടുള്ളത് എങ്കിൽ സ്വാമിയുടെ ആ നിമിഷം, ശരീരം വെടിയൽ ഈ നിമിഷമാണ് സംഭവിക്കേണ്ടതായിട്ടുള്ളത് എങ്കിൽ ഇപ്പോൾ സ്വാമി മറിഞ്ഞു വീണിരിക്കും, ഉറപ്പ്. നിങ്ങളങ്ങനെ മിടുക്കരാകുമൊന്നും വേണ്ട.
നിങ്ങളുടെയും ആരുടെയെങ്കിലും ശരീരത്തിൽ നിന്ന് ജീവൻ പിരിയാനുള്ള സന്ദർഭം ഇപ്പോഴാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും മറിഞ്ഞു വീണിരിക്കും, യാതൊരു സംശയവുമില്ല. അങ്ങനെ സ്വാമിയെ മാത്രം കാണണ്ട, ആർക്കും ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് അതേത് നിമിഷത്തിലും സംഭവിക്കാം. അത് സംഭവിക്കുന്നതിന് മുൻപ് പ്രിയമുള്ളവരെ നിങ്ങളെ ഉദ്ധരിപ്പിക്കണം. എവിടുന്ന്? ഈ ഞാൻ ഭാവത്തിൽ നിന്ന്, നാമരൂപധാരിയായ ഈ ജീവഭാവത്തിൽ നിന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ ദിവ്യ സ്വരൂപത്തിലേക്ക്, ആ ദിവ്യഭാവത്തിലേക്ക് നിങ്ങൾ ഉദ്ധരിപ്പിക്കണം. അതിനുള്ള അവസരമാണ് മനുഷ്യ ശരീരത്തിൽ ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്നത്. പാഴാക്കിക്കളയരുത്. ഇനി എപ്പോഴാണ് മനുഷ്യ ശരീരത്തിൽ വന്ന് ഭവിക്കാൻ കഴിയുന്നത്? ഈ ശരീരം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എത്ര ജന്മം? 840 ദശലക്ഷം തരത്തിലുള്ള ശരീരങ്ങളിൽ കൂടി കടന്ന് ജനിച്ചും മരിച്ചും പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി, ജഡരേ ശയനം എന്ന മട്ടിൽ എത്ര കാലം ഏതെല്ലാം ശരീരങ്ങളിൽ കൂടി ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ പ്രാരബ്ധ അനുഭവങ്ങൾ അനുഭവിച്ച് എല്ലാം എണ്ണി അനുഭവിക്കണം. മനുഷ്യ ശരീരത്തിൽ വെച്ച് നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം രൂപരേഖ നിങ്ങളുടെ ഉള്ളിലുണ്ട്, കൃത്യമായിട്ടുമുണ്ട്. നിങ്ങൾ ആരെയെല്ലാം ഫോൺ വിളിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം രൂപരേഖ ഏത് പ്രകാരമാണോ നിങ്ങളുടെ ഫോണിൽ ഉള്ളത് അതുപോലെ അതുണ്ടല്ലോ. ആരെയെല്ലാം വിളിച്ചിട്ടുണ്ട്, എത്ര സമയം സംസാരിച്ചിട്ടുണ്ട്, അത് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതെല്ലാം അതിനകത്ത് രേഖയായിട്ടിരിക്കുന്നത് പോലെ ഏതെല്ലാം സന്ദർഭത്തിൽ മനുഷ്യ ജന്മമെടുത്തിട്ടുണ്ടോ ആ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള സകല കർമ്മങ്ങളുടെയും രൂപരേഖ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിൽ നിന്നാണ് ഓരോ ജന്മത്തിലും അനുഭവിക്കേണ്ടതായിട്ടുള്ള ചാർട്ട്, ചെക്ക് പാസ്സാക്കി വിടുന്നത്. ഇപ്പോൾ ഈ മനുഷ്യജന്മത്തിൽ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ അനുഭവിക്കേണ്ടതായിട്ടുള്ളത് കൃത്യമായിട്ടും രേഖപ്പെടുത്തി നിങ്ങളുടെ ഉള്ളിൽ ചാർട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ്. അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ വച്ചാണോ നിൽക്കേണ്ടതായിട്ടുള്ളത് അവിടെ വച്ച് നിന്നിരിക്കും. അത് നിൽക്കുന്നതിന് മുൻപ് ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ തന്നിലെ ഈ ഞാൻ ഭാവത്തിൽ നിന്നും മാറ്റി തിരിച്ചറിവിലൂടെ ഈ ഞാനല്ല യഥാർത്ഥ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ദിവ്യസ്വരൂപം തന്നിലെത്താൻ, അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് ബോധിച്ച് തിരിച്ചറിഞ്ഞ് ആരുടെ ശ്രദ്ധയാണോ അതിൽ തന്നെ സദാ സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ഇത് അത്രേ ഉള്ളൂ. ആധ്യാത്മികത ഇത്രയേ ഉള്ളൂ. എന്താ പാട്? ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന ഭാവം മാത്രം മതി. ഭാവമാറ്റം. യദ്ഭാവോ തദ്ഭവതു. ആ ഭാവത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിലുള്ള സർവകർമ്മങ്ങളിലും വ്യാപരിക്കാം. അപ്പോഴും ആ ഭാവത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കത്തക്കവണ്ണമുള്ള ശ്രദ്ധ നമ്മിൽ പുലരണം. ശ്രദ്ധാവാൻ ബലവാൻ ഭവതി യോ യഃ ശ്രദ്ധഃ സ ഏവ സഃ. ആ ഭാവത്തിൽ ഇരുന്നുകൊണ്ട് എല്ലാ കർമ്മങ്ങളിലും വ്യാപരിക്കാം. എല്ലാ കർമ്മങ്ങളിലും സ്വാമി, എല്ലാ കർമ്മങ്ങളിലും. എല്ലാ കർമ്മങ്ങളിലും. നിങ്ങൾ ചോദിച്ചതിൻ്റെ ഗുഡൻസൊക്കെ മനസ്സിലായി. എല്ലാ കർമ്മങ്ങളിലും വ്യാപരിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അപ്പോഴും നിങ്ങളുടെ ശ്രദ്ധ
ഞാൻ കർമ്മം ചെയ്യുന്നുണ്ട് എങ്കിലും ഈ കർമ്മം ചെയ്യുന്ന ഞാനില്ല. ഞാൻ ഇപ്പോൾ എവിടെയാണ്? എന്നിലെ താനിൽ. എന്നിലെ യഥാർത്ഥ ഞാനിലേക്ക് ഞാൻ എൻ്റെ ശ്രദ്ധയെ മാറ്റി ഉറപ്പിച്ചിരിക്കുന്നു, പ്രതിഷ്ഠിച്ചിരിക്കുന്നു. എൻ്റെ പ്രജ്ഞ അതിൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. ഐ ആം സ്ഥിരപ്രജ്ഞൻ. എന്താ പാട്? എല്ലാവർക്കുമാകാം. അതിന് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും തടസ്സമല്ല. അതൊക്കെ കർമ്മഫലാനുസാരം അനുഭവിക്കേണ്ടതാണ്. അനുഭവിച്ച് തന്നെ തീർക്കണം. അനുഭവി രാജ, അനുഭവി. ആ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇല്ലേ, വലിയ ഒരു സിനിമാ നടൻ കണ്ടില്ലേ, എന്താ, സൈഫ് അലി ഖാൻ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് 6 കുത്തുമായിട്ട് ആശുപത്രിയിൽ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് 5 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടപ്പനായിട്ട് നടന്നു വരുന്നു. കുത്തൊക്കെ കിട്ടി, നല്ല കുത്തൊക്കെ കിട്ടി. കർമ്മഫലം അനുഭവിച്ചു തന്നെ തീർക്കണം. കണ്ടില്ലേ, കുംഭമേളയ്ക്ക് വന്ന മോണോലിസ, മാല വയ്ക്കുന്ന കുട്ടി. എവിടെ നോക്കിയാലും ആ കുട്ടിയുടെ പടമേ ഉള്ളൂ. 16 വയസ്സുള്ള കുട്ടി. ഭാവിയിലെ ഒരു വലിയ നടിയാണ്. ഹോളിവുഡിലെ ഏറ്റവും വലിയ നടിയാകാൻ പോകുന്ന കുട്ടിയാണിനി. അതിനുള്ള എല്ലാ യോഗ്യതയും ആ കുട്ടിക്കുണ്ട്. വിദ്യാഭ്യാസം മാത്രമില്ല എന്നുള്ളതേ ഉള്ളൂ. വിദ്യാഭ്യാസം കിട്ടാനുള്ള അവസരം ആ കുട്ടിക്കുണ്ടായില്ല. അത്രയേ ഉള്ളൂ. മൊണാലിസ. കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പേ തലവര മാറി. ഇങ്ങനെ തലവര മാറിയ മറ്റൊരു പാർട്ടി ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഭിക്ഷ എടുത്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ പാട്ടുകാരിയായിട്ട് ഇതുപോലെ തന്നെ ഒരു സിനിമാ നടൻ കണ്ടെടുത്ത് അവരെ കൊണ്ട് പാടിച്ച് ഈ മോണോലിസ ഏതു പ്രകാരമാണോ പ്രശസ്തിയിലേക്ക് ഉയർന്നത്, അതുപോലെ ആ വല്യമ്മയും അതേ തരത്തിൽ പ്രശസ്തയായി സിനിമയിൽ 1 2 പാടി. പക്ഷേ അതിനുള്ള ഭാഗ്യം അവർക്കില്ല, യോഗ്യത അവർക്കില്ല. അവർ അതുപോലെ തന്നെ അസ്തമിച്ചു പോയി. ആ ഭാഗ്യം അവർക്ക് ശാശ്വതമായിട്ട് കിട്ടിയില്ല. അത് കയ്യിലിരിപ്പ് കൊണ്ടാണ്. എല്ലാം നമ്മുടെ കർമ്മത്തെ കയ്യിലിരിപ്പും കൂടെ ഉണ്ട്. നമ്മുടെ സ്വഭാവം, നമ്മുടെ ചിന്ത, നമ്മുടെ ഭാവം, അതിനെ വളർത്തത്തക്കവണ്ണം, സ്ഥിരമായിട്ട് നിർത്തത്തക്കവണ്ണമുള്ള ചിന്ത അവരിലില്ലായിരുന്നു. അതുപോലെ നിങ്ങളും ഈ അവസരത്തിൽ, നിങ്ങൾ ഏത് പ്രായമാണെന്ന് നോക്കുന്നില്ല, സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ ഒന്നും നോക്കുന്നില്ല, ഋഭുഗീതയിലെ ഒരു മന്ത്രം പറയാം. സർവം ചൈതന്യമാത്രത്വാത് സ്ത്രീഭേദം ന വിദ്യതേ. സ്ത്രീകൾക്ക് ദീക്ഷ കൊടുക്കില്ല, അവർക്ക് മോക്ഷം കിട്ടാൻ അർഹതയില്ല എന്നൊക്കെ വലിയ വലിയ വിദ്വാൻമാർ പറയുന്നുണ്ടല്ലോ. ദാ ഋഭുഗീതയിൽ പറയുന്നത് കേട്ടോളൂ. സർവം ചൈതന്യമാത്രത്വാത് സ്ത്രീഭേദം ന വിദ്യതേ. സ്ത്രീഭേദം എവിടെ ആയിരിക്കുന്നത്? ഞാൻ ഭാവത്തിലല്ലേ ഉള്ളൂ സ്ത്രീഭേദം. നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഭാവത്തിൽ നിന്ന് താൻ ഭാവത്തിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്ത്രീയാണോ? അല്ല. നിങ്ങൾ സ്ത്രീയുമല്ല പുരുഷനുമല്ല, നാമരൂപരഹിതാവസ്ഥയാണ് അവിടെ. അപ്പോൾ ഈ സ്ത്രീകൾക്ക് ദീക്ഷ കൊടുക്കില്ല, അവർക്ക് മോക്ഷം കിട്ടാൻ അർഹതയില്ല എന്നൊക്കെ പറയുന്നവർ ഏതുപോലെയാണ്? പായസത്തിൽ കിടക്കുന്ന കവിക്ക് സമാനമാണ് എന്ന് പറയേണ്ടി വരും.
ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മൾ ഉത്തുംഗാവസ്ഥയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. പറയേണ്ടി വരുന്നതിൽ ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതാണ് സത്യം, അല്ലേ? അത് സത്യമാണ്. സർവ്വ ആളുകൾക്കും സ്ത്രീ പുരുഷ ഭേദം കൂടാതെ. അതാണ് ഋഭു തൻ്റെ മകനായ ആർക്കാ? നിദാഖന് പറഞ്ഞു കൊടുക്കുന്നത്. സർവം ചൈതന്യമാത്രത്വാത് സ്ത്രീഭേദം ന വിദ്യതേ വേദശാസ്ത്രേണ മുക്തോ അപി ജ്ഞാനാഭാവാത് ദ്വിജോ അദ്വിജഃ. വേദശാസ്ത്രങ്ങളെല്ലാം ഭംഗിയായിട്ട് പഠിച്ച് അറിവ് നേടിയ ആളാണെങ്കിലും ഇതറിയുന്നില്ലെങ്കിൽ ആ ദ്വിജൻ അദ്വിജൻ, അയാൾ ബ്രാഹ്മണനല്ല. അയാളെ ദ്വിജനായിട്ട് കണക്കാക്കില്ല, അദ്വിജനായിട്ട് കണക്കാക്കൂ. എന്തെല്ലാം അറിയാമെങ്കിലും, എന്തെല്ലാം വേദശാസ്ത്രങ്ങൾ അറിയാമെങ്കിലും, ആ കാര്യമാണ് നമ്മൾ ഉദാഹരണത്തിൽ പറഞ്ഞത്. രാജാവിൻ്റെ പണ്ഡിതന്മാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉണ്ടായ അവസ്ഥ. അതുകൊണ്ട് എല്ലാവർക്കും, സർവ്വ ആളുകൾക്കും, ജാതി മത പരിഗണനകൾ കൂടാതെ, ദേശകാല വർണ്ണ വ്യത്യാസങ്ങൾ കൂടാതെ ഈ അറിവിലേക്ക് ഏതൊരാളിനാണോ തൻ്റെ ശ്രദ്ധയെ ഉണർത്താൻ സാധിക്കുന്നത്, ഉയർത്താൻ സാധിക്കുന്നത്, അവന് ഈ ജന്മത്തിൽ തന്നെ, ആ നിമിഷത്തിൽ തന്നെ മോക്ഷം ഉറപ്പ്. അതിൽ നിന്ന് ആരാണോ വ്യതിചലിക്കാതിരിക്കുന്നത്. എങ്ങനെയാണ് വ്യതിചലിക്കാതിരിക്കുന്നത്? ഉടുമ്പ് പിടിച്ചതുപോലെ അതിൽ പിടിച്ചിരിക്കണം. ഏതിൽ? തന്നിലെ താനിൽ. വേറെ എവിടെയും പിടിക്കാൻ ഒക്കില്ല, പിടി കിട്ടില്ല. തന്നിൽ തന്നെ പിടി മുറുക്കണം, തന്നിലെ താനിൽ. അതാണ് ഉപനിഷത്ത് പറയുന്നത്, തീർത്ഥേ ദാനേ ജപേ യജ്ഞേ കാഷ്ടേ പാഷാണകേ സദാ ശിവം പശ്യന്തി മൂഢാത്മ ശിവേ ദേഹേ പ്രതിഷ്ഠിതേ. തൻ്റെ ഉള്ളിൽ തന്നിലെ താനായിരിക്കുന്ന ആ ദിവ്യ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ് ഞാൻ അതാണ് എന്ന് ബോധിച്ച് ആരാണോ സദാസമയവും ആ ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ ശിവോഹം 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 ആ മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശിവഭാവത്തിൽ കാണണം. താൻ ഈ ശരീരമല്ല, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ ജ്യോതിസ്വരൂപം, എങ്ങും നിറഞ്ഞിരിക്കുന്ന, എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന, സർവവ്യാപിയായിരിക്കുന്ന ആ സർവേശ്വര ചൈതന്യമാണ് യഥാർത്ഥത്തിൽ ഞാൻ. അതാണ് ദേഹോ ദേവാലയ പ്രോക്തോ ജീവോ ദേവ സദാശിവ ത്യജേതജ്ഞാന നിർമാല്യം. ഞാൻ എന്തെല്ലാമാണോ എന്നെക്കുറിച്ച് കണക്കാക്കിയിരിക്കുന്നത്, ഏതെല്ലാം ഭാവത്തിലുള്ള മാലിന്യങ്ങളാണോ ഞാൻ അണിഞ്ഞിരിക്കുന്നത്, അതെല്ലാം പൊട്ടിച്ച് ദൂരെ കളയണം. കാരണം എന്താ? അതൊക്കെ അജ്ഞാന മാലിന്യങ്ങളാണ്. അതൊന്നും സത്യത്തിലുള്ളതല്ല, അതൊക്കെ അസത്യങ്ങളാണ്. സത്യമായിട്ടുള്ളത് എന്താണ്? ആ ദിവ്യസ്വരൂപം. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി നായമാത്മാ പ്രവചനേന ലഭ്യോ ന മേധയ ന ബഹുനാ ശ്രുതേന. പിന്നെ എങ്ങനെയാണ് കിട്ടുന്നത്? നിരന്തരമായിട്ട് കേട്ടത് കൊണ്ടൊന്നും കിട്ടുകയില്ല, നിരന്തരമായിട്ട് പ്രഭാഷണം നടത്തിയത് കൊണ്ടൊന്നും കിട്ടുകയില്ല. നായമാത്മാ പ്രവചനേന ലഭ്യോ ന മേധയ ന ബഹുനാ ശ്രുതേന. പിന്നെങ്ങനെ? യമേവൈഷവ്രണുതേ. ആരാണോ തനിക്ക് അത് തന്നെ വേണം എന്ന് അതിനെ വരിക്കുന്നത്, യമേവൈഷവ്രണുതേ തേന ലഭ്യ, അവനാണ് അത് കിട്ടുന്നത്. തസ്യൈഷ ആത്മാ, അവനാണ് ആ ആത്മാവ്. വിവൃണുതേ തനും സ്വാം, തൻ്റെ രൂപത്തെ, തൻ്റെ സത്യസ്വരൂപത്തെ മറമാറ്റി കാണിച്ചു കൊടുക്കുകയുള്ളൂ. ആരാണോ വരിക്കുന്നത്? എങ്ങനെയാണ് വരിക്കുന്നത്? ഞാൻ അതാണ് എന്ന് സ്വയം ഡിക്ലെയർ ചെയ്യുന്നത്, അതാണ് വരണം. സ്വാമി പറഞ്ഞതെല്ലാം മനസ്സിലായി, പക്ഷേ ആ വരിക്കുന്നത് മാത്രം മനസ്സിലായില്ല എന്ന് പറയരുത്. ആ വരണം എന്ന് പറയുന്നത് എന്താണ്? വരിക്കൽ. ഞാൻ അതിനെ വരിച്ചിരിക്കുന്നു. ഏതിനെ? ഞാനിനെ വിട്ടിരിക്കുന്നു, ഞാൻ എന്നിലെ
താനിനെ വരിച്ചിരിക്കുന്നു, എന്നിലെ തന്നെ വരിച്ചിരിക്കുന്നു. ഇനി ഞാൻ എന്നിലെ ഞാനല്ല. ഇനി എന്നിലെ ഞാനല്ല എന്ന് പറയുമ്പോൾ എന്തെല്ലാമാണ് പോയത്? പിന്നെ ഞാനെന്ന് പറയുന്ന ഹിന്ദുവോ ക്രിസ്ത്യനോ മുസൽമാനോ, ഞാനെന്ന് പറയുന്ന നായരോ നാടാരോ ഈഴവനോ ഒന്നും എന്നിലില്ല. ഞാൻ നാമരൂപരഹിതമായ ആ ചൈതന്യം. ജാതി നീതി കുലഗോത്ര ദൂരകം, വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്, ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി യത് ബ്രഹ്മ തത് ത്വമസി. അതാണ് നീ, അതാണ് നിന്നിലെ താൻ. അതിനെയാണ് നിങ്ങളോട് വരിക്കാൻ പറയുന്നത്. വരിക്കുക എന്ന് പറഞ്ഞാൽ താൻ അതാണ് എന്ന് സ്വയം ഉറപ്പിക്കൽ. നിരന്തരമായ സത്സംഗ ശ്രവണത്തിലൂടെ ഗുരു ഇതാണ് പറയുന്നത്. തത്വമസി എന്നുള്ളതാണ് ശ്രവണം. 24 മണിക്കൂറും കേട്ടുകൊണ്ടിരിക്കുന്നതല്ല ശ്രവണം. തത്വമസി, നീ അതാകുന്നു എന്നുള്ളത് കേൾക്കുക എന്നുള്ളതാണ് ശ്രവണം. അതിനെ നിരന്തരമായിട്ട് വിചാരം ചെയ്യുന്നതാണ് മനനം. മനനം വിചാരം ചെയ്ത് 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 അതിൽ ഉറച്ച സ്ഥിതി നേടുന്നത് നിധിധ്യാസനം. തീർന്നു. അതുകൊണ്ടാണ് ഉപനിഷത്തുകൾ പറയുന്നത് ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. എന്താ പൂർണ്ണബോധം? ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്, എന്നിലെ താൻ. ആ താനായിട്ട് ഈ ശരീരത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ താനായിട്ട് ഉയർന്നപ്പോൾ അതാണ് പുതിയ ജന്മം, പുനർജന്മം. പുനർജനിക്കാതെ നിങ്ങൾക്ക് മോക്ഷം കിട്ടുകയില്ല. പുനർജനിക്കണം. ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് നിങ്ങൾ ഓരോരുത്തരും പുനർജനിക്കണം. പുനർജനിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് മോക്ഷം കിട്ടുകയില്ല. എന്താ മോക്ഷം കിട്ടാത്തത്? ഞാനിൽ തന്നെയാണ് നിങ്ങളിരിക്കുന്നത്. ഞാനിൽ തന്നെ ഇരിക്കുന്നിടത്തോളം കാലം മോക്ഷം കിട്ടുകയേയില്ല. ഞാനിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ നിങ്ങളിൽ തന്നെ ഉള്ളതായിട്ടുള്ള ആ ശുദ്ധ സ്വരൂപത്തിലേക്ക്, നാമരൂപരഹിതമായ ആ ചൈതന്യ സ്വരൂപത്തിലേക്ക്, ജാതിയും നീതിയും കുലവും ഗോത്രവും ഒന്നും അവിടെ ഇല്ല. ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി. അമേരിക്കയിലുള്ള ആളിനും ആഫ്രിക്കയിലുള്ള കാട്ടിൽ കിടക്കുന്നവനും ഈ അറിവ് പറഞ്ഞു കൊടുത്ത് അവനെ ബോധിപ്പിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അവനും ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് ഉയരും. അവിടെ ജാതിയോ നീതിയോ മതമോ ഒന്നും പ്രശ്നമല്ല. ഏതൊരാളിലാണോ ഈ അറിവിലേക്ക് ഉണരാൻ സാധിക്കുന്നത്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നവൻ ഏതു പ്രകാരമാണോ സ്വപ്നാനുഭവങ്ങളിൽ നിന്നെല്ലാം മോചിതനാകുന്നത്, അതുപോലെ ഏതൊരാളാണോ ഈ അജ്ഞാനനിദ്രയിൽ നിന്ന് ഉണരുന്നത്. അജ്ഞാനനിദ്ര എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഭാവത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതം. ഞാൻ ഭാവത്തിൽ നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതമെന്ന് പറയുന്നത് അജ്ഞാനനിദ്ര. ആ അജ്ഞാനനിദ്രയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെറും സ്വപ്നം മാത്രമാണ് നിങ്ങളുടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം. സത്യമാണ് എന്ന് നിങ്ങൾ കരുതി ഇമ്മി പോലും വിട്ടുകൊടുക്കാതെ ഉടുമ്പ് പിടിച്ച പിടി പോലെ എല്ലാത്തിനെയും പിടിച്ചു വച്ചിരിക്കുന്ന നിങ്ങളുടെ ജീവിതം ആ അജ്ഞാനനിദ്രയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെറും സ്വപ്നം മാത്രം. ആ അജ്ഞാനനിദ്രയിൽ നിന്നുള്ള ഉണരലാണ് ഇവിടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അറിവ് എന്ന് പറയുന്നത് ആ അജ്ഞാനനിദ്രയിൽ നിന്ന് നിങ്ങളെ പിടിച്ചുണർത്തുകയാണ്. ഏതൊരാളാണോ
ഈ അജ്ഞാന നിദ്രയിൽ നിന്ന് കേൾക്കുമ്പോൾ ആ സ്വാമി മനസ്സിലായി, ഞാനെന്ന് പറയുന്നത് ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്നുള്ള ബോധത്തിലേക്ക് ഞാൻ ഉണർന്നു എന്ന ആ ഉണർവ് ആർക്കുണ്ടാകുന്നുവോ അയാൾക്ക് പിന്നെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം പിന്നെ ഇല്ല. സ്വപ്നത്തിൽ നിന്നുണർന്നു കഴിയുമ്പോൾ സ്വപ്നലോകം ഏതുപോലെ ഇല്ലാതാകുന്നുവോ അതുപോലെ ജാഗ്രത അവസ്ഥയിൽ ഈ അജ്ഞാന നിദ്രയിൽ നിന്ന് ഈ അറിവിലേക്ക് ഉണരുന്ന ഓരോരുത്തർക്കും ഈ പ്രപഞ്ചം പിന്നെ ഇല്ലാതാകും. ആ നില നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായി ആ മോക്ഷാവസ്ഥയിലേക്ക് നിങ്ങൾ ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഓ